കത്തോലിക്ക സഭയിൽ ഈ ഒരു യുവജന പ്രസ്ഥാനങ്ങളുടെ പ്രസക്തി എന്താണ്? നമ്മളൊക്കെ ഏറ്റവും പേടിക്കുന്നൊരു കാര്യമാണ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന യുവാക്കളില്ല എന്നുള്ളത്. പക്ഷേ അത് തെറ്റാണെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഒരു യുവജന നേതൃത്വം എന്ന നിലയ്ക്ക് ഈ രൂപതയിലെ കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് നല്ലൊരു ഉത്തരവാദിത്തമുണ്ട്. തീർച്ചയായിട്ടും കൊറോണയ്ക്ക് ശേഷം പിടികൂടിയ അലസത ഇതുവരെയും വിട്ടുമാറിയിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കാറ്റീസം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ അവരെ പലപ്പോഴും മാതാപിതാക്കൾ വിടാതിരിക്കുന്നില്ലേ? എന്തും ആഘോഷമാക്കുന്നവര് കൂടെ ആഘോഷമാകുന്നൊരു ഈശോ എന്ന രീതിയിൽ അത് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി അടുപ്പമുണ്ടാകും. ലവ് ജിഹാദിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷയത്തിലേക്ക് എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾ മറ്റൊരു മതത്തിലേക്ക് ആകർഷകമായി പോകുന്നു? അച്ഛൻ ഒരു കാര്യം, രൂപതയുടെ യൂത്ത് അപ്പോസ്റ്റൽ ഡയറക്ടറായിട്ട് അച്ഛൻ നിയമിതനായിരിക്കുകയാണ്. നമ്മുടെ ഇവിടെ ജീസസ് യൂത്ത് ഉണ്ട്, KCYM ഉണ്ട്. ഈ ഒരു പ്രസ്ഥാനം നമ്മുടെ മൊത്തത്തിൽ കത്തോലിക്ക സഭയിൽ ഈ ഒരു യുവജന പ്രസ്ഥാനങ്ങളുടെ പ്രസക്തി എന്താണ്? ആ ഒരു പ്രസക്തിയിലേക്ക് അല്ലെങ്കിൽ സഭ എന്ത് ഉദ്ദേശത്തിലാണോ നമ്മൾ യുവജന പ്രസ്ഥാനം രൂപീകരിച്ചിരിക്കുന്നതും വളർത്തിക്കൊണ്ടിരിക്കുന്നതും ആ ഒരു മേഖലയിലേക്ക്, ആ ഒരു ഗോളിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് അച്ഛന് പറയാനുള്ളത്? നമുക്കറിയാം, ഒരു പാപ്പ പോലും പറഞ്ഞിരിക്കുന്ന കാര്യമാണ് യുവജനങ്ങളാണ് സഭയുടെ ഭാവി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരുടെ പഠനം അല്ലെങ്കിൽ അവരുടെ ജോലി അതുമാത്രം അവർ പേഴ്സണലായിട്ട് അവരുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ സഭയോടുള്ള ഒരു പ്രതിബദ്ധതയും അടുപ്പവും എപ്പോഴും കാത്തു സൂക്ഷിക്കണമെന്ന് സഭ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ ഒരു ഇപ്പോഴുള്ള നേതാക്കന്മാരൊരു കാലം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സഭ എങ്ങനെ പോകുന്ന ടെൻഷൻ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി ചെറിയ പ്രായം തുടങ്ങി തന്നെ എല്ലാവരെയും വളർത്തിക്കൊണ്ടുവരാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ പല മൂവ്മെൻറ്റിലൂടെ, സംഘടനകളിലൂടെ സഭ ഈ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, കാറ്റിസം 1ാം ക്ലാസ് തുടങ്ങി അല്ലെങ്കിൽ ബൈബിൾ ക്ലാസ് തുടങ്ങി ഈ ഒരു ഫോർമേഷൻ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ കാലത്തും അവരെ യേശുവിൽ അടുപ്പിച്ച് നിർത്തുക എന്നുള്ളൊരു ആഗ്രഹം സഭയുടെ ഉള്ളിലുണ്ട്. അതുതന്നെയാണ് സഭ ഈ ഒരു എല്ലാ സംഘടനകളിലൂടെയും ചെയ്യാനായിട്ട് പരിശ്രമിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിപ്പോൾ ജീസസ് യൂത്തും KCYM 2 വിങ്ങുകളായിട്ട് ഇവിടെ ഉണ്ട്. നമ്മളെപ്പോഴും പറയാറുണ്ട് മർത്തായുടെയും മറിയത്തിൻ്റെയും ഒരു ഉദാഹരണം. അപ്പോൾ മർത്ത ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, മറിയം ഒരു പ്രാർത്ഥനയുടെ കേസ്. അപ്പോൾ ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ പോലെ സഭയിൽ പ്രാർത്ഥനയും വേണം, പ്രവർത്തനങ്ങളും വേണം എന്നുള്ളൊരു ആഗ്രഹം നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല കാര്യസമുള്ള സംഘടനകൾ, ഇപ്പോൾ നമുക്ക് രൂപതയിൽ KCYM ജീസസ് യൂത്തും അതിനോടൊപ്പം തന്നെ യുവജന സമിതികളുണ്ട്. ഓരോ കുടുംബ യൂണിറ്റിലും യുവജന സമിതികളുണ്ട്. അപ്പോൾ എല്ലാ മേഖലയിലും യുവജനങ്ങളെ എങ്ങനെയൊക്കെ ദൈവത്തിൽ ചേർത്ത് നിർത്താനായിട്ട് പറ്റുമോ ആ രീതിയിൽ എല്ലാ പരിശ്രമങ്ങളും രൂപതയുടെ ഭാഗത്തുനിന്നുണ്ട്. അപ്പോൾ ഇതുമാത്രമല്ല, ഇനിയിപ്പോൾ ഇവരുടെ എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ പഠനവുമായി ബന്ധപ്പെട്ടാണെങ്കിലും ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും രൂപതയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എല്ലാ രൂപതകളും വളരെയധികം ഒരു കോമ്പറ്റേറ്റീവ് മൈൻഡോട് കൂടി തന്നെ ചെയ്യുന്നുണ്ട്. കാരണം ഈ യുവജനങ്ങളാരും ഈശോയിൽ നിന്ന് അകന്നു പോകരുതെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും നടക്കുന്നത്. ഇപ്പോൾ മാതാപിതാക്കളെ സംബന്ധിച്ചാണെങ്കിൽ അവരിങ്ങനെ വഴിതെറ്റി പോകുമോ എന്നുള്ളൊരു ടെൻഷനുണ്ട്. പലപ്പോഴും പറയുന്നത് ചാച്ചൻ ജീസസ് യൂത്തിലില്ല അല്ലെങ്കിൽ KCYM എൻ്റെ മോന അല്ലെങ്കിൽ മക്കളെ ഒന്ന് അടുപ്പിച്ച് നിർത്താനായിട്ട് നിങ്ങൾക്ക് പറ്റൂലേ? അപ്പോൾ മാതാപിതാക്കളുടെയും ആഗ്രഹം അത് തന്നെയാണ്. അപ്പോൾ ഒരു അപ്പനെയും അമ്മയും പോലെ തന്നെ സഭ പൊതുവായിട്ട് ആഗ്രഹിക്കുന്നത് തൻ്റെ മക്കൾ വേറെ വഴികളിലോട്ടൊന്നും പോവാതെ ഈശോയിൽ അടുത്ത് കുറച്ചൊക്കെ പ്രാർത്ഥിക്കണം, കുറച്ചൊക്കെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റുള്ള ആളുകളായിട്ട് വളരണമെന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പ്രസക്തി എപ്പോഴും ഉണ്ട്. എല്ലാ സമയത്തും യുവജനങ്ങൾക്ക് സഭ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അത് തന്നെ തിരിച്ചും ഇവർ കൊടുക്കാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ഏറ്റവും പേടിക്കുന്നൊരു കാര്യമാണ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന യുവാക്കളില്ല എന്നുള്ളത്. പക്ഷേ അത് തെറ്റാണെന്ന് തോന്നുന്നുണ്ട്. അതിപ്പോൾ കഴിഞ്ഞ യുവജന സമിതിയുടെ മീറ്റിംഗ് കൂടി കഴിഞ്ഞപ്പോൾ തന്നെ അവർ പറഞ്ഞത് ഇതാണ്, നിങ്ങൾക്ക് വേണ്ടി എന്താണ് അച്ഛന്മാരെന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ രൂപത എന്നുള്ള രീതിയിൽ എന്താണ് ചെയ്തു തരേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങളുടെ ജോലിയും പഠനമൊക്കെ ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് കുമ്പസാരിക്കാനായിട്ട് പറ്റുന്നില്ല. അത് നമുക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. കാരണം അത്രയും പ്രായമുള്ള യുവാക്കൾ വന്നിട്ട് ഞങ്ങൾക്ക് കുമ്പസാരിക്കാനായിട്ട് ഒരു അവസരം തന്നെ. അപ്പോൾ സെക്കൻഡ് സാറ്റർഡേ ഞങ്ങൾക്ക് ഒഴിവാണ്. അന്നത്തെ ഒരു ദിവസം ഒരു വൈകുന്നേരം എപ്പോഴെങ്കിലും കുമ്പസാരിക്കാനായിട്ടുള്ളൊരു ചാൻസ് കിട്ടുകയാണെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ പിതാവിന് ഭയങ്കര സന്തോഷം. കാരണം അവരാവശ്യപ്പെട്ടൊരു കാര്യമാണ്. വേറെ പല കാര്യങ്ങളും വേണമെങ്കിൽ അവർക്ക് ആവശ്യപ്പെട്ടിരുന്നു, ഞങ്ങൾക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് വിദേശത്ത് പോകാനായിട്ടുള്ള ഒരു ഹെൽപ്പ് ഡെസ്കോ അങ്ങനെയൊക്കെ പറയാമായിരുന്നു. പക്ഷേ അവർ പറഞ്ഞതാണ് ഞങ്ങൾക്ക് കുമ്പസാരിക്കാനായിട്ട്. അപ്പോൾ ദൈവത്തിനോട് അടുത്ത് പ്രവർത്തിക്കണമെന്നും ദൈവികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ എപ്പോഴും സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു യുവജനം ഇപ്പോഴും ഉണ്ട്. പക്ഷേ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം നിങ്ങൾക്കൊക്കെ അത് അനുഭവിച്ചിട്ടുണ്ടാവും. നമ്മളൊക്കെ ഒരു ഇടവക വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 100-100 മേലെ 200, 250, 300, 500 യുവജനങ്ങൾ ഒരു ഇടവകയിൽ തന്നെ ഉണ്ടാവും.
നമ്മുടെ മാമോയിസ് വാങ്ങി നമ്മുടെ രജിസ്റ്റർ ഉള്ളത്. പക്ഷേ അവിടുത്തെ ഒരു KCM സംഘടന എടുത്താൽ കൂടി വന്നാൽ 10, 12, 20, 25 പേര്, അല്ലെങ്കിൽ ഒരു ജീസസ് യൂത്ത് ആയാലും ഒരു 5, 10, 15 പേര് മാത്രം ഒതുങ്ങുന്നു. ബാക്കി ഒരു 200 അല്ലെങ്കിൽ ഒരു 100-ന് മേലെ യുവജനങ്ങൾ നമ്മുടെ ഈ ഒരു ചട്ടക്കൂടിൽ അല്ലെങ്കിൽ ഒരു ക്രൈസ്തവ രീതിയിൽ നിന്ന് അകന്ന് മാറി നിൽക്കുകയാണ്. ഒരുപക്ഷെ അവർ കാറ്റഗറീസൊക്കെ കഴിഞ്ഞ് പോകുന്നുണ്ടാവാം, 12ാം ക്ലാസ് കഴിഞ്ഞ് പോയാൽ പിന്നെ നമുക്ക് കിട്ടുന്നില്ല, സംഘടനയിൽ കിട്ടുന്നില്ല. ഇതൊരു വലിയൊരു വെല്ലുവിളിയല്ലേ ഇന്നത്തെ കാലഘട്ടത്തിൽ? അത് തീർച്ചയായും വെല്ലുവിളി തന്നെയാണ്. നമുക്ക് സഭ ശരിക്കും ശ്രദ്ധ കൊടുക്കേണ്ടല്ലേ? ഇത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ വർഷങ്ങളൊന്നല്ല, വർഷങ്ങളായിട്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏതൊക്കെ മേഖലയിൽ നമുക്കത് ശ്രദ്ധ കൊടുക്കാൻ പറ്റും? എന്ത് അടിയന്തര നടപടി നമുക്ക് എടുക്കാൻ പറ്റാം? നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ടെൻഷൻ അതാണ്. +2 വരെ നമ്മൾ വളരെ കെയർ ചെയ്ത് കൊണ്ടുവരുന്ന കുട്ടികൾ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് എന്തോ ഒരു രക്ഷപ്പെട്ട മോഡലാണ്. അവർ ഇനി പള്ളിയിൽ വരണ്ട, അല്ലെങ്കിൽ അതുവരെ അവരിങ്ങനെ 1ാം ക്ലാസ് തുടങ്ങി ലൈനായിട്ട് നിന്നിട്ട്, എനിക്ക് തോന്നുന്നു ആ ഒരു പ്രൊസീജിയർ അതിനകത്ത് തന്നെ ഒരു പ്രശ്നമുണ്ട്. കാരണം 1ാം ക്ലാസ്സിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നു, 12ാം ക്ലാസ്സിൽ വരുമ്പോഴും അവൻ പള്ളിയുടെ ഏറ്റവും പുറകിലത്തെ ലൈനിലേക്കായി. പിന്നെ അവൻ്റെ മൈൻഡ് വർക്ക് ചെയ്യുന്ന ഇനി പള്ളിയുടെ പുറത്തായാലും കുഴപ്പമില്ല, കാരണം അവൻ കാണുന്നത് അതാണ്. പ്ലാവിൻ്റെ മാവിൻ്റെ ചുവട്ടിൽ ഫോണൊക്കെ പിടിച്ച് കുർബാനയുടെ ഇടയിൽ കഴിക്കുന്നു. നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. ഒരു ആത്മീയമായിട്ട് അവർക്കൊരു ഇത് കൊടുക്കാനായിട്ടാണെങ്കിലും അവരെ ചേർത്ത് നിർത്താനായിട്ടാണെങ്കിലും, എങ്കിലും പരമാവധി നമ്മളെല്ലാ കാര്യങ്ങളും ഇപ്പോൾ KCM ആയാലും ജീസസ് യൂത്ത് ആയാലും ഇത് കഴിഞ്ഞിട്ടുള്ള യുവജനങ്ങളെ ചേർത്ത് നിർത്താനായിട്ട് പരിശ്രമിക്കുന്നു. നമുക്ക് ഉറപ്പായിട്ടും അറിയാം. ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു അവസ്ഥ അനുസരിച്ച് ഈ കുട്ടികൾ ഇപ്പം ഇന്ന് ഈ പറഞ്ഞ പോലെ ഗെയിമുകളായാലും മറ്റ് സോഷ്യൽ ഇവരെ വലവിരിച്ച് പ്രത്യേകിച്ച് യുവജനങ്ങൾ, ഇപ്പോൾ സഭ എത്രത്തോളം യുവജനങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പ്രവർത്തിക്കുന്നുണ്ടോ അത്രത്തോളം യുവജനങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് മറ്റ് ഈവൻ സാത്താനിക സേവ ഇതുപോലും പ്രവർത്തിക്കുന്നുണ്ട്. യൂത്തിനെ മാത്രം, അവർക്ക് യൂത്തിനെ മതി, കുട്ടികളെ മതി, യൂത്തിനെ മതി, മുതിർന്നവരെ വേണ്ട. അപ്പോൾ ഈ ഒരു പ്രശ്നം സഭ അത് അടിയന്തരമായിട്ട് തന്നെയും ഈ പറഞ്ഞ പോലെ മാറി നിൽക്കപ്പെടുന്ന, നമ്മുടെ കാറ്റഗറിസം കഴിഞ്ഞ് 12ാം ക്ലാസ് കഴിഞ്ഞ് പോകുന്ന മാറി നിൽക്കപ്പെടുന്ന യുവജനങ്ങളെ ഈ ഒരു സംഘടനയിലൂടെ ആ ഒരു ചട്ടക്കൂടിൽ സഭ മാത്രമല്ല ഈ ഒരു മാതാപിതാക്കളും കൂടി ശ്രദ്ധിക്കുന്നുണ്ട് വേണം. അപ്പം അതിന് നമുക്ക് പ്രവർത്തനങ്ങൾ വേണ്ടേ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ നമുക്ക് എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്? എനിക്ക് തോന്നുന്നു നിങ്ങൾ സംഘടന നിങ്ങളിത് കുറച്ച് അനുഭവിക്കുന്നവരായിരിക്കും, പിള്ളേരെ പിടുത്തക്കാരെന്നുള്ളൊരു ഫീലൊക്കെ നിങ്ങൾക്കല്ലേ? അല്ല, പലപ്പോഴും KCM-ൻ്റെ ഒക്കെ സംഘടനയുടെ മീറ്റിംഗ് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും കാണുന്നത് പള്ളിയിൽ അച്ഛൻ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കുർബാനയ്ക്ക് വന്ന പിള്ളേർ പോലും ഓടിപ്പോകുന്ന പിള്ളേരുകളാണ്. അപ്പോൾ ആ ഒരു സംഘടനയിലെ പ്രവർത്തകർ ഗേറ്റുമൊക്കെ നിന്ന് തടഞ്ഞു നിർത്തി മീറ്റിങ്ങിന് കയറിയിട്ട് പോടാ എന്നൊക്കെ പറയുന്നൊരവസ്ഥ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലേ? തീർച്ചയായിട്ടും അനുഭവിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മൾ അങ്ങനെ വന്നവരായിരിക്കും, നമ്മളെ ആരെയൊക്കെയോ തടഞ്ഞു നിർത്തി അകത്തേക്ക് കയറ്റിയിരുന്നതാണ്. പക്ഷെ ആ കയറ്റിയിരുന്ന് അവിടെ കയറിയിരുന്ന് മുമ്പോട്ടുള്ള വഴികളിൽ നേരത്തെ ഷെഫിൻ സൂചിപ്പിച്ച പോലെ ദൈവാനുഭവം എവിടെയൊക്കെയോ നമുക്ക് അനുഭവിക്കാൻ സാധിച്ചു. ആ അനുഭവമാണ് നമ്മളെപ്പോഴും പിടിച്ചു നിർത്തുന്നത്. ഒരുപക്ഷെ ആ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരാൻ പറ്റാത്തതായിരിക്കാം, നമ്മൾ ക്ഷണിക്കുന്നുണ്ട്. പക്ഷേ കാലഘട്ടത്തിന്റെ വ്യത്യാസമുണ്ട്. ഈ കുട്ടികളെ കൊണ്ടുവരുന്നത് ഈ കാലഘട്ടത്തിന്റെ വ്യത്യാസം നമുക്കാണ് ഏറ്റവും കൂടുതൽ അറിയാവുന്നത്. ഇന്നത്തെ യുവജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ്, അവരെ ഏത് വഴിക്ക് പോകുന്നു, ഈവൻ സ്കൂൾ കുട്ടികളടക്കം. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിൽ KCM എന്ന് പറയുന്ന സംഘടനയ്ക്ക് അവർ സാമൂഹികമായ പല തിന്മയിലേക്ക് പോകുന്നത്. അപ്പോൾ അതിൽ നിന്ന് മാറ്റി നിർത്താൻ നമുക്ക് ഉത്തരവാദിത്തമല്ലേ? ഇപ്പോൾ ഒരു യുവജന നേതൃത്വം എന്ന നിലയ്ക്ക് ഈ രൂപതയിലെ കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് നല്ലൊരു ഉത്തരവാദിത്തമുണ്ട്. ഈ രൂപതയിലെ ഓരോ കുട്ടികളുടെ നേതൃത്വത്തിൽ, കാരണം ഓരോരുത്തരുടെ നേതാക്കളാണ് നിങ്ങൾ. ആ രീതിക്ക് എന്തായിരിക്കും നിങ്ങൾ ചെയ്യാൻ, നിങ്ങൾ അല്ലെങ്കിൽ ഈവൻ നിങ്ങൾക്ക് ഇന്ന രീതിയിൽ അവരെ നമുക്ക് കൊണ്ടുവരണം, അങ്ങനെ ഒരു ചിന്താഗതി നിങ്ങൾക്കുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൻ്റെതായ 2-3 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, വിദേശ പഠനം അത് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും കൊറോണയ്ക്ക് ശേഷം വലിയൊരു കുത്തൊഴുക്കാണ് വിദേശത്തേക്ക് ഉണ്ടായത്, ഈ കാലഘട്ടത്തിൽ ഒരിക്കലും ഉണ്ടാവാത്ത രീതിയിലുള്ള. അത് ഇടവകയിലെ എല്ലാ ശുശ്രൂഷ പ്രവർത്തനങ്ങളെ, പ്രത്യേകിച്ച് യുവജന ശുശ്രൂഷയെ ബാധിച്ചിട്ടുണ്ട് കാര്യമായിട്ട് തന്നെ. കാരണം +2 കഴിഞ്ഞ് ഇന്ന് കാണുന്ന കുട്ടി അല്ലെങ്കിൽ ഇന്ന് കാണുന്ന ഒരാൾ 2 ദിവസം കഴിയുമ്പോൾ മറ്റൊരു രാജ്യത്തായിരിക്കും. അപ്പോൾ ഈ ഒരു പ്രശ്നം തീർച്ചയായിട്ടും കൊറോണയ്ക്ക് ശേഷം പിടികൂടിയ അലസത ഇതുവരെയും വിട്ടുമാറിയിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പിന്നീട് ഈ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരാൻ സാധിക്കാത്തത് തീർച്ചയായിട്ടും ഡിജോ സൂചിപ്പിച്ച പോലെ ഈ കാലഘട്ടത്തിൽ ഒരു തിന്മയുടെ വളരെ വലിയൊരു സ്വാധീനം നമുക്ക് ചുറ്റുമുണ്ട്. എപ്പോഴും നമ്മളുടെ നീളുന്ന കൈകളുണ്ട്, അത് ലഹരിയുടെ ഉണ്ട്, അല്ലെങ്കിൽ മറ്റ് ഇതര മാഫിയകളിലും ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്നും പുറത്തേക്ക് വരാൻ നമുക്ക് സംരക്ഷിച്ച് നിർത്താവുന്ന പരമാവധി മേഖലകൾ, കാരണം ബോധവൽക്കരണം കൊടുക്കുക, കൂടെ നിർത്തുക, ഈ 2 കാര്യമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പ്രത്യേകിച്ച് ലഹരിയുടെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ KCYM യൂണിറ്റുകളും അതിനുവേണ്ടി ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പല യൂണിറ്റുകളിലും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ലഹരി വിരുദ്ധ ബോധവൽക്കരണം, അതുപോലെ എന്തുകൊണ്ട് ലഹരിയെ ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ എന്താണ് ലഹരിയുടെ ഒരു ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം വെച്ചിട്ടുള്ള ക്ലാസ്സുകളും അവബോധങ്ങളും ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന സെമിനാറുകളും ഇതെല്ലാം നൽകുന്നുണ്ട്. ഒപ്പം ആ ഒരു കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് ഇതിനെ പ്രിവെൻറ്റ് ചെയ്യുക,
എന്നുള്ള കാര്യങ്ങളെല്ലാം പഠനങ്ങൾ ഇതെല്ലാം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അത്തരം കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നുണ്ടെങ്കിലും നേരത്തെ സൂചിപ്പിച്ച പോലെ കാലഘട്ടം അതിൻ്റെ പ്രത്യേകതകൾ കൊണ്ട് നമുക്ക് യുവജനങ്ങളെ നഷ്ടപ്പെടുന്നുണ്ട്. എങ്കിലും ചേർത്ത് നിർത്താൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന ആളുകളെ നമുക്ക് തിരിച്ചു കിട്ടുന്നുണ്ട്. അങ്ങനെ പല അനുഭവങ്ങളും പലരും പറഞ്ഞ് നമുക്കറിയാം. നമ്മൾക്കും അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഓരോ ഇടവകളിലേക്കും കടന്നു ചെല്ലുമ്പോൾ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. ഈ വിഷയത്തിൽ ഈ മാതാപിതാക്കളുടെ ഒരു പങ്ക്, ഇപ്പോൾ KCM സംഘടനയിലേക്ക് പ്രവർത്തിക്കാനായിട്ട് ഇപ്പോൾ കാറ്റീസം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ അവരെ പലപ്പോഴും മാതാപിതാക്കൾ വിടാതിരിക്കുന്നില്ലേ? ഒരുപക്ഷെ ആ സംഘടനയിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ചീത്തയായി പോകും, അല്ലെങ്കിൽ അവിടെ മൊത്തം യുവജനത്തിൻ്റെ ആയതുകൊണ്ട് പ്രണയവും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അതിലും വലിയ വേറെ രീതിയിൽ വളരെ കുട്ടികൾ കിടക്കുന്നത്, പക്ഷേ അവരത് തിരിച്ചറിയുന്നില്ല. എന്നിട്ട് പള്ളിയിലേക്ക് വിടാതിരിക്കുക, അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കാൻ പോലും സമയം കണ്ടെത്താത്ത മാതാപിതാക്കൾ, ഒരുപക്ഷെ അങ്ങനെയുള്ള കുട്ടികൾ പിന്നീട് ഉണ്ടാകുമ്പോൾ അവർ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ അത് വലുതല്ലേ? അത് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് എല്ലാ മാതാപിതാക്കൾക്കുള്ളൊരു ടെൻഷനാണിത്. കാരണം ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു, പല ആക്ടിവിറ്റീസിലും പ്രത്യേകിച്ച് വളരെ ഫ്രീ ആയിട്ട് അവർ ഇടപഴകുന്നു. ചിലപ്പോൾ അവർ ഒരുമിച്ച് സംസാരിക്കുന്നു. ഇപ്പോൾ ഏതെങ്കിലും പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് ഒരു ആൺകുട്ടിയായിരിക്കും ഒരു പെൺകുട്ടീനെ ചിലപ്പോൾ വീട്ടിലാക്കാൻ പോകുന്നു. അപ്പോൾ പുറത്തുനിന്ന് നോക്കുന്ന ആൾക്ക് ഇവർ എന്താണ് ഇങ്ങനെ ഒന്ന് ചിന്തിക്കും. ചിലപ്പോൾ എല്ലാ ദിവസവും പരിപാടി കഴിഞ്ഞിട്ട് അവനായിരിക്കും ഗുണം പറഞ്ഞത്. അപ്പോൾ അത് ചിലപ്പോൾ മാതാപിതാക്കന്മാർക്ക് ദഹിച്ചെന്ന് വരില്ല. ചില മാതാപിതാക്കന്മാർ ചിലപ്പോൾ അത്രയും ഫോർവേഡ് അല്ലെങ്കിൽ അത് പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. പിന്നെ മിക്ക കുട്ടികളും ഇപ്പോൾ അവർ ഇടവകളിൽ ഞായറാഴ്ചകളിൽ സന്ദർശിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നൊരു കാര്യം ഇതാണ്, മാതാപിതാക്കളും ഞങ്ങളും തമ്മിൽ അത്യാവശ്യം നല്ലൊരു ഗ്യാപ്പ്, അത് കൊറോണയുടെ ഒരു പ്രശ്നത്തിൽ വന്നേക്കുന്നതാണ്. അവർ ഫുൾ ടൈം സോഷ്യൽ മീഡിയയിലാണ്, മാതാപിതാക്കളോട് സംസാരിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നതുകൊണ്ട് തന്നെ ഇവർ എവിടെയാണ് എത്തി നിൽക്കുന്നതെന്ന് മാതാപിതാക്കൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനൊരു പരാതി കുട്ടികൾ പറയുന്നുണ്ട്. അതുപോലെ ഇടവകയിലാണെങ്കിലും ഇപ്പോൾ സീനിയേഴ്സ് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയിലോട്ട് യൂത്തിനെ ഉൾപ്പെടുത്താനായിട്ട് അവർക്ക് ആഗ്രഹമില്ല. പല സ്ഥലത്തും അതാണ്. അപ്പോൾ അവർ പറയുന്നതാണ്, ഞങ്ങൾ ഒരു പരിപാടി ഏറ്റെടുത്ത് കഴിഞ്ഞാണെങ്കിൽ നിങ്ങളത് കൊളാക്കും എന്ന് പറഞ്ഞിട്ട് തന്നെ പല ഇടവുകളിലും യുവജനങ്ങളെ പങ്കെടുപ്പിക്കാനായിട്ട് മുതിർന്ന ആളുകൾ, ഇപ്പോൾ നേതാക്കന്മാരെന്ന് പറയുന്ന ആളുകൾ, അവർക്ക് ഒരു സങ്കോചമുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ഉള്ളത് കൊണ്ട് കുട്ടികൾ വലിയുകയാണ്. ഇപ്പോൾ ഒരു പ്രാവശ്യം അവൻ ചേട്ടാ ഞാനത് ചെയ്തോട്ടെ, അല്ലെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് ചെന്ന് കഴിയുമ്പോൾ നിന്നെ കൊണ്ടൊന്നും പറ്റില്ല, നടക്കണ കാര്യം പറയുന്നതാണ്, അവനെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവനൊരിക്കലും വരില്ല. അപ്പോൾ അങ്ങനെ ഒരു ഹർട്ട് ഫീലിംഗ് ഉള്ള ഒരുപാട് കുട്ടികളുണ്ട് നമുക്ക്. ഇപ്പോൾ കാറ്റിസത്തിൻ്റെ സമയത്താണെങ്കിൽ പോലും ചില കാര്യങ്ങളിൽ ഇങ്ങനെ ജെൻസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ എന്തെങ്കിലും ഒരു ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവൻ പള്ളിയിലോട്ട് വരില്ല. അപ്പോൾ ചിലപ്പോൾ കാറ്റിസം ടീച്ചറിൻ്റെ നിന്ന് ചീത്തയായിട്ടായിരിക്കും, ചിലപ്പോൾ അച്ഛൻ്റെ നിന്നൊരു ശകാരം കിട്ടിയതായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികൾ ഇതിൽ മാറുന്നുണ്ട്. പിന്നെ നമുക്കറിയാം ഇപ്പോൾ ഒരു ഫോറിൻ ട്രെൻഡ് വന്നതിന് മുമ്പ് എല്ലാവരും ഈ എൻട്രൻസ് കോച്ചിങ് കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു. അപ്പോൾ മക്കൾ പള്ളിയിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല, എൻട്രൻസ് കോച്ചിങ്ങിന് പോകണമെന്ന് വാശി പിടിക്കുന്ന മാതാപിതാക്കളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ സ്റ്റൈൽ ലെവനത്തിൻ്റെ ക്ലാസ് എടുക്കുന്നു, അത് കുഴപ്പമില്ല, എൻട്രൻസ് കോച്ചിങ്ങിന് പോട്ടെ, സ്റ്റൈൽ ലെവന് പിന്നെ എപ്പോഴെങ്കിലും സ്വീകരിക്കാമെന്നുള്ള രീതിയിലും അത്രയും വളരെ സിമ്പിളായിട്ട് എടുക്കുന്ന മാതാപിതാക്കളുണ്ട്. അപ്പോൾ അവർക്ക് ഒരു പ്രയോറിറ്റി ചൂസ് ചെയ്യാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് മാതാപിതാക്കളുടെ ഇടയിൽ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അതൊരു മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട വളരെ വിഷയമാണ്. കുട്ടികളെ നമ്മുടെ ഇതുപോലുള്ള ക്രൈസ്തവ യുവജന സംഘടനകളോടൊക്കെ ചേർത്ത് നിർത്തി വളർത്തിയെടുക്കേണ്ട ഒരു ആവശ്യകത, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ സ്കൂളുകളിലായാൽ പോലും അവർക്ക് നമ്മുടെ ഈ ഒരു ക്രൈസ്തവ സംഘടന, ദേവാലയ കാറ്റീസിൽ നിന്ന് കിട്ടുന്ന ഒരു സംരക്ഷണം പലപ്പോഴും കിട്ടാതെ പോകുന്ന സ്കൂളുകൾ അപ്പം അവിടെ നിന്നൊക്കെ ഈ കുട്ടികളെ ഒന്ന് ഈ പറഞ്ഞ പോലെയൊക്കെ ഒന്ന് കുറച്ച് മനുഷ്യത്വപരമായിട്ടും സാമൂഹികപരമൊക്കെ ആയിട്ട് ഒന്ന് കുട്ടികളെ വളർത്തിയെടുക്കാൻ ഇതുപോലെ നമ്മുടെ KCYM GC സംഘടനകളൊക്കെ വളരെയധികം അത്യാവശ്യമുള്ളതാണ്. അത് നമ്മുടെ മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ടതും കൂടിയാണ് അല്ലേ? മറ്റൊരു വിഷയം എനിക്കൊന്ന് ജീസസ് യൂത്തിനോട് ചോദിക്കാൻ കുറച്ചുകൂടെ നല്ലത്. ഇപ്പം നേരത്തെ നമ്മളോട് പറഞ്ഞു പോയ വിഷയമാണ്, 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾ ഈ പഠനം കഴിഞ്ഞ് അവർ ഈശോയെക്കുറിച്ച് അറിയുന്നു, ഈശോയെക്കുറിച്ച് പഠിക്കുന്നു, വിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിക്കുന്നു. ഇതെല്ലാം പഠിച്ചതിന് ശേഷം 12-ാം ക്ലാസ്സിൻ്റെ പരീക്ഷ എഴുതി പിറ്റത്തെ ഞായറാഴ്ച ഈ കുട്ടീനെ കാണണമെങ്കിൽ ഒന്നെങ്കിൽ ഡോറിൻ്റെ സൈഡിൽ അല്ലെങ്കിൽ പ്ലാവിൻ്റെ ചുവട്ടിൽ. ഇതെന്താ പ്രശ്നം? നമ്മുടെ മതബോധനത്തിൻ്റെ ഇഷ്യൂ ആണോ, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഈശോയെ അവർക്ക് കൃത്യമായിട്ട് കിട്ടുന്നില്ലേ? എന്താണ് ഇതിൻ്റെ ഒരു ഇഷ്യൂ? ഇത് വലിയൊരു പ്രോബ്ലം അല്ലേ? കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു സമുദായം, ഇപ്പോൾ ഒരു മുസ്ലിം സമുദായം, അവരെ സംബന്ധിച്ചോളം ഞായറാഴ്ച മാത്രമല്ല, ഡെയിലി അവർക്ക് ക്ലാസ്സുകളുണ്ട്, ഡെയിലി അവർ കൃത്യമായിട്ട് പോകുന്നു, അവരുടെ വിശ്വാസത്തിൽ അവരധിഷ്ഠിതമാണ്. ഇപ്പോൾ ഒരു വീഡിയോ ഞാൻ സമൂഹമാധ്യമത്തിൽ കണ്ടതാണ്, കുറച്ച് ക്രിസ്ത്യൻ കുട്ടികളോട് ചോദിച്ചിട്ട് ഒരു 10 ബൈബിളിലെ വചനം കാണാതെ പറയാൻ പറഞ്ഞപ്പോൾ വീഡിയോ ആണ്, അവർക്ക് പറയാൻ പറ്റുന്നില്ല. എന്നാൽ അതേ വ്യക്തി തന്നെ ഒരു മുസ്ലിം വ്യക്തിയോട് ചോദിക്കുമ്പോൾ അവർ കൃത്യമായിട്ട് അവരുടെ ആ ഖുറാനിലുള്ള വചനങ്ങൾ അവർ കൃത്യമായിട്ട് പറയുന്നു. അപ്പം നമ്മുടെയും അവരുടെയും കുട്ടികൾ വളർന്നു വരുന്ന അവസ്ഥയാണ്, വർഷങ്ങളായിട്ട് ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസ്ഥയിൽ ജീസസ് യൂത്ത് എന്ന നിലയ്ക്ക് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? 12 കഴിഞ്ഞിട്ട് പോകുന്ന കുട്ടികൾ പള്ളിക്ക് പുറത്തേക്ക് പോകുന്നതിൻ്റെ കാരണം, ഒരു 50 കുട്ടികൾ ഇറങ്ങി ചിലപ്പോൾ ഒരു 3 പിള്ളേരെ നമുക്ക് KCM-ലേക്കോ ജീസസ് യൂത്തിലേക്ക് കിട്ടുമായിരിക്കും, പോട്ടെ ഒരു 5 പേര്, ബാക്കി 45 പേരും കൈവിട്ട് പോകുന്ന ഒരവസ്ഥയാണ്.
ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 12 കഴിഞ്ഞപ്പോൾ നമ്മുടെ കാറ്റഗറി ഇപ്പം ഇന്നത്തെ കുട്ടികൾ പൊതുവെ എല്ലാം കുട്ടികൾ മാത്രമല്ല യുവജനങ്ങളും എന്തോ ആഘോഷമാക്കാൻ ശ്രമിക്കുന്ന ഒരു യുവജനമാണ്. അതനുസരിച്ച് നമ്മുടെ ഒരു സിസ്റ്റം കൂടി ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. എന്ന് വെച്ചാൽ ഇവർ പ്രതീക്ഷിക്കുന്ന രീതിയിൽ നമുക്ക് ഈശോയെ കൊടുക്കാൻ സാധിച്ചാലാണ് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇപ്പം എന്തോ ആഘോഷമാക്കുന്നവരുടെ കൂടെ ആഘോഷമാകുന്ന ഒരു ഈശോ എന്ന രീതിയിൽ അത് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി അടുപ്പുണ്ടാകും. നമ്മൾ ഈശോത്തൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യം അത് തന്നെയാണ്. അപ്പം നമ്മളിപ്പോൾ ഒരു 12ാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കുട്ടികൾ കിട്ടാൻ പാടാണ്. നമ്മളിപ്പോൾ ഗ്രാസ് റൂട്ടിൽ നിന്ന് തന്നെ അത് ചെയ്തു തുടങ്ങിയാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും റീസെൻ്റ്ലി കേരള ടീം ചെയ്തൊരു പ്രോഗ്രാം സ്റ്റെപ്പ് 1 എന്നൊരു പ്രോഗ്രാം ഒരു 9ാം ക്ലാസ്സിലേക്ക് വരുന്ന കുട്ടികൾക്ക് വേണ്ടി കളമശ്ശേരി രാജഗിരി സ്കൂളിൽ വെച്ചിട്ട് ചെയ്ത്. അപ്പോൾ നമ്മൾ അവിടെ തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞോട്ട് അവിടെയും നമുക്ക് മാതാപിതാക്കളുടെ സപ്പോർട്ട് ആവശ്യമുണ്ട്. നമ്മൾ നേരിട്ട് കുട്ടികളിലേക്ക് ചെല്ലുന്നതിന് പകരം മാതാപിതാക്കളുടെ കുട്ടികളിലേക്ക് ചെല്ലാൻ കഴിയണം. അതിന് മാതാപിതാക്കൾക്ക് നമ്മളോട് ഒരു വിശ്വസ്തത ഉണ്ടാവണം. അപ്പോൾ ആ രീതിയിലേക്ക് നമ്മൾ പ്രോഗ്രാമുകൾ പ്ലാൻ ചെയ്യേണ്ടിയിരിക്കുന്നു. മറ്റേ മാതാപിതാക്കൾ ഇപ്പം ജിസൂത്ത് പല സ്ട്രീമുകളുണ്ട്. ടീൻസ്, കിഡ്സ്, യൂത്ത്, ഫാമിലി. നമ്മൾ ഫാമിലി സ്ട്രീമിലൂടെയൊക്കെ ശ്രമിക്കുന്നത് കൂടുതൽ മാതാപിതാക്കളിലൂടെ കുടുംബങ്ങളിലേക്ക് കടന്നു കുട്ടികളിലേക്ക് എത്താൻ എളുപ്പമാണെന്നുള്ള രീതിയിലാണ്. നമ്മളിപ്പോൾ ജീസൂത്ത് കോട്ടവൻ രൂപതയുടെ ഫാമിലി അപ്പോസ്റ്റലേറ്റിന്റെ കൂടെ ചേർന്ന് അവരുടെ ഫാമിലി കുടുംബ കൂട്ടായ്മയുടെ കൂടെയൊക്കെ ചേർന്ന് പ്രവർത്തിക്കുന്നത് ഈ ഒരു ലക്ഷ്യം വെച്ചാണ്. ഫാമിലിയിലൂടെ കുട്ടികളിലേക്ക് ചെല്ലുക. വരുംകാലങ്ങളിൽ മുതിർന്ന കുട്ടികളായാൽ പോലും നമ്മുടെ ക്രിസ്തുവിനോട് അല്ലെങ്കിൽ സഭയോട് ചേർന്ന് നിൽക്കുന്നതായിട്ട് അവരെ വളർത്താനായിട്ട് പ്രാപ്തമാക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചാൽ നമ്മളങ്ങ് ചെയ്യുന്നു. എനിക്ക് ചോദിക്കാനുള്ള ഈ ഒരു കാലഘട്ടത്തിൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. വളരെ പ്രതിസന്ധിയിലൂടെ യുവജനങ്ങൾ കടന്നു പോകുന്ന കാലഘട്ടം. നമ്മൾ ലവ് ജിഹാദിനൊക്കെ ഒരുപാട് ഈ കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടായതാണ്. ഒരുപാട് നമ്മൾ എതിർത്തിരുന്നു ലവ് ജിഹാദിനെ. പക്ഷേ ലവ് ജിഹാദിനെ എതിർക്കുന്നതിനേക്കാളും ഭേദം എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾ അങ്ങനെ പോകുന്നു, ലവ് ജിഹാദിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷയത്തിലേക്ക് എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾ മറ്റൊരു മതത്തിലേക്ക് ആകർഷകമായി പോകുന്നു? 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ നമ്മുടെ കുട്ടികളെ നമ്മൾ വിശ്വാസം പഠിപ്പിക്കുന്നുണ്ട്, ഈശോയെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് അങ്ങനെ ഒരു പോകുന്നു? ഈ ഒരു പരീക്ഷിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? സഭ അല്ലെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ജീസസ് യൂത്ത് എന്ന യുവജന സംഘടന എന്ത് കാര്യങ്ങളാണ് കൂടുതൽ ചെയ്യേണ്ടത്? നമ്മുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്നു പറയുമ്പോൾ അങ്ങനെ ഒരു ലവ് ജിഹാദ് പോലുള്ള ഇതിലേക്ക് പോകുന്നത് നമ്മുടെ വിശ്വാസം നമ്മൾ നിലനിൽക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. കാരണം വെച്ചാൽ നമ്മൾ 12 വർഷം പഠിക്കുന്ന ആ ക്രിസ്തുവിനെ കുറിച്ച് പഠിക്കുന്നത് നമ്മൾക്കൊന്നും എത്തിയിട്ടില്ല, നമ്മുടെ കുട്ടികളിലേക്കൊന്നും എത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു സംഭവിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു കുറച്ചെങ്കിലും സിസ്റ്റം നമ്മുടെ കാറ്റീസുമായി ബന്ധപ്പെട്ട സിസ്റ്റം കുറച്ചെങ്കിലൊക്കെ മാറേണ്ടിയിരിക്കുന്നു. അതായത് നമ്മൾ മത്സരങ്ങൾ അല്ലെങ്കിൽ സമ്മാനം മേടിക്കുക, വസ്തു മേടിക്കുക, അതിനൊക്കെ വിട്ട് എനിക്ക് അത് ജീവിക്കാൻ പറ്റണം. കുട്ടികൾക്ക് മതാധിപരിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ഇടവകയിലൂടെ കൊടുക്കുന്ന വിശ്വാസത്തിൽ ആ കുട്ടികളത് ജീവിച്ചു പഠിച്ചാൽ കുറച്ചും കൂടി വ്യത്യാസം വരുമായിരിക്കും എന്ന് തോന്നുന്നു. ഈ കാറ്റിസം ടെക്സ്റ്റുകൾ അങ്ങനെ എന്തെങ്കിലും കാറ്റിക്സുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ വെച്ചാൽ 2013 തുടങ്ങി 18 വരെ കാറ്റിസം പഠിപ്പിച്ചിരുന്നതാണ്. 4ലും 5ലും സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്നു. ഇതിൽ കാണും വളരെ രസമുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് 4ലും 5ലും പഠിക്കുന്ന കുട്ടികൾക്ക് 4ൽ പഠിപ്പിക്കുന്ന കൂതാശകളെ കുറിച്ചാണ് വളരെ മനോഹരമായിട്ട് ടെക്സ്റ്റിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെ പഠിക്കണമെങ്കിൽ ശരിക്കും നമുക്ക് മനസ്സിലാവും. ഒരു വ്യക്തിക്ക് ഇത് പഠിക്കുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ട് നമുക്ക് കൂതാശകളെ കുറിച്ച് മനസ്സിലാവും. 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്ന കൽപ്പനകളാണ്. അതിലും വളരെ മനോഹരമായിട്ട് ശരിക്കും എനിക്ക് തോന്നുന്നു ഞാൻ പഠിച്ചതിനേക്കാൾ കൂടുതൽ ചെറുപ്പത്തിൽ പഠിച്ചതിനേക്കാൾ കൂടുതൽ കാറ്റിക്സം 12 കൊല്ലം പഠിച്ചെങ്കിലും ഇവരെ പഠിപ്പിക്കുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ഈ ടെക്സ്റ്റ് ബുക്കിലൂടെയാണ് ശരിക്കും ഇതിലൂടെ കൂതാശകളും കൽപ്പനകളൊക്കെ മനസ്സിലാകുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ പഠിപ്പിക്കുന്ന കാറ്റിക്സം, നമ്മുടെ സഭയുടെ കാറ്റിക്സം ഒന്ന് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഈ കുട്ടികൾക്ക് 1 മുതൽ 5 വരെയുള്ള കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും പഠിപ്പിക്കണ്ട. അവരെ നമുക്ക് കുറച്ച് ദൈവത്തിൻ്റെ സ്നേഹം, എന്താണ് ദൈവസ്നേഹം, ദൈവം എങ്ങനെയാണ്, അതിനെക്കുറിച്ചൊക്കെ പഠിപ്പിച്ച്, കൂടെ നടക്കുന്ന ഈശോയെക്കുറിച്ചൊക്കെ പഠിപ്പിച്ച്, അപ്പനായ ഈശോയെക്കുറിച്ചൊക്കെ പഠിപ്പിച്ച് മുന്നോട്ട് പോയതിന് ശേഷം അവസാന സമയത്ത് ഈ +1 +2 കാലഘട്ടത്തിലൊക്കെ അവരൊക്കെ നമ്മളുടെ കൽപ്പനകൾ, ഒരു വ്യക്തി ക്രിസ്ത്യാനിയായിട്ട് അടിയുറച്ച് ജീവിക്കണമെങ്കിൽ എന്താണ് വേണ്ടത്? അതിന് സാമൂഹിക പ്രതിബദ്ധത മാത്രമല്ല, ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കണമെങ്കിൽ അവൻ എന്താണ് അവന് വേണ്ടത്, അവൻ്റെ ആ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കാൻ അവൻ എന്താണ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിപ്പിക്കാനായിട്ട് ഏറ്റവും നല്ലത് ഈ കൽപ്പനകളും കൂതാശകളൊക്കെ തന്നെയാണ്. കാരണം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വേണ്ടത് കൗതാശിക ജീവിതം എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, +2 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ പള്ളിയിൽ വരുന്നില്ല, കുർബാന സ്വീകരിക്കുന്നില്ല, കുമ്പസാരിക്കുന്നില്ല. ഞാൻ വളരെ ക്രിറ്റിയോടാണ് പറയുന്നത്. ഞാൻ കളിക്കാൻ പോകുന്ന സമയത്ത് കൂട്ടനോട് പറയുന്നത്, ഞാൻ 6 കൊല്ലം കുമ്പസാരിച്ചാണ്, വളരെ ക്രിറ്റിയോടാണ് പറയുന്നത്.
ഇതെന്നൊക്കെ പറഞ്ഞാൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും അവർ വിചാരിക്കുന്നത് വലിയ കാര്യമായിട്ടാണ്. പക്ഷേ ശരിക്കും നോക്കിയാൽ നമ്മുടെ സഭയുടെ ഒരു തളർച്ച പോലെയാണത്. യുവജനങ്ങൾ ശരിക്കും നമ്മൾ ഇതിൽ നിന്ന് സഭയിൽ നിന്ന് വിട്ടുപോകും. ഇവരൊക്കെ ഈ പറഞ്ഞ ലവ് ജിഹാദ് ആയാലും എന്തായാലും മറ്റ് ആളുകൾക്ക് നമ്മളിൽ നടത്തിക്കൊണ്ടു പോകുവാനും അവരിലേക്ക് ചേർത്ത് പിടിക്കാനായിട്ടും സുഗമാക്കണ കാര്യം. ഇത് സഭയുടെ ഒരു റൂട്ടിൽ നിന്ന് ആരംഭിക്കേണ്ടതാണ് അല്ലേ? പ്രത്യേകിച്ച് ഇത് കാണുന്ന പിതാക്കന്മാരായാലും അധികാരികളെല്ലാം ഈ യുവജനങ്ങൾ പങ്കുവെച്ച ഈ ഒരു വിഷയം അതൊരു ശ്രദ്ധയിൽ തന്നെ കൊണ്ടുവരേണ്ടതാണ്. എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ 4ാം ക്ലാസ്സിലെ ടെക്സ്റ്റിലൊക്കെ വിവാഹത്തെക്കുറിച്ചും വിവാഹമോചനവും പിന്നെ എന്താ പറയുക ഈ ഒരു വ്യഭിചാരത്തെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു. പക്ഷേ 11-12 ക്ലാസ്സുകളിലേക്കൊക്കെ വരുമ്പോൾ ഒരു പക്ഷേ മറ്റ് വിഷയങ്ങളിലേക്കൊക്കെ പോകുന്നു. 8ാം ക്ലാസ്സിലാണ് സഭയെക്കുറിച്ച് പഠിപ്പിക്കുന്നത് അല്ലേ? സഭയുടെ ഏറ്റവും കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് 8ാം ക്ലാസ്സിലെ പുസ്തകത്തിലാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ അത് 9, 10, 11, 12 ആകുമ്പോൾ സഭ എന്താണെന്നോ അങ്ങനെയുള്ളതൊക്കെ മറന്നു പോകുന്നു. ആ ഒരു സഭാ സ്നേഹത്തിൽ നമ്മുടെ കുട്ടികൾ 12 കഴിഞ്ഞ് കുട്ടികൾ ഇറങ്ങാൻ അതിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഈ ഒരു ടെക്സ്റ്റുകളുടെ ഒരു ക്രമീകരണം ഒരുപക്ഷെ ഉണ്ട് എന്ന് തോന്നുന്നു. എന്താണ് ജെൻസിന് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഞാനിപ്പോൾ ഒരു കഴിഞ്ഞൊരു 13 വർഷമായിട്ട് മതബോധന അധ്യാപകനാണ്. ഞാനിപ്പോൾ ട്രസ്റ്റിൻ്റെ ഒരു സ്ട്രക്ചർ അനുസരിച്ച് ഓരോ ഘട്ടം ഘട്ടം ഇപ്പോൾ 4ാം ക്ലാസ്സിലെ കുട്ടികൾ കൂതാശകൾ കൊടുക്കുന്നത് ഒരു ആദ്യ കുർബാന ചെയ്തതിന് മുൻപായിട്ടുള്ള കുട്ടികളെ ആ ഒരു ഫോക്കസ് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ 7ാം ക്ലാസ് നമ്മൾ ഈ പറഞ്ഞ യേശുവിനെ പറ്റി സംസാരിക്കുക. അപ്പോൾ നമ്മൾ സ്ഥലലേപനം പോലുള്ള അല്ലെങ്കിൽ 9ാം ക്ലാസ് ദൈവവിളി, 10ാം ക്ലാസ്സിലെ കുട്ടികൾ ദൈവവിളി ക്യാമ്പിലോട്ട് പോകുന്ന ആ ഒരു സ്ട്രക്ചർ അവർക്ക് ഫോക്കസിങ് ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞത്, ഞാൻ ഈ ഒരു മതബോധന അധ്യാപകനായിട്ടും യുവജന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നിന്നത് എനിക്ക് കിട്ടിയ അനുഭവമാണ്. അപ്പോൾ ഞാൻ 2 കാര്യങ്ങളാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നമ്മൾ മതബോധനം പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ അവർക്കതൊരു അനുഭവമായി തീരുന്നുണ്ടോ, അല്ലെങ്കിൽ അവർക്കതൊരു പ്രവർത്തിക്കാനായിട്ട് അല്ലെങ്കിൽ അവരുടെ ഇടയിൽ തന്നെ അവർക്ക് പരസ്പരം തിരിച്ചറിയാനും മനസ്സിലാക്കാനും ഒരു വേദിയാവുന്നുണ്ടോ എന്നുള്ളത് ചിന്തിക്കണം. 2, നമ്മളൊരു മതബോധനത്തെ മാത്രം ഫോക്കസ് ചെയ്തിട്ടല്ല ഒരു വിശ്വാസം നിൽക്കുന്നത്. വിശ്വാസം എന്ന് പറയുന്നത് ഈ ഏറ്റവും അടിയിൽ തട്ടി, അതായത് കുടുംബങ്ങളിൽ നിന്ന് തുടങ്ങും. അവിടെ നമ്മുടെ കുടുംബ പ്രാർത്ഥന പോലുള്ള വേദികൾ, അല്ലെങ്കിൽ പിന്നെ വരുന്നത് കുടുംബ യൂണിറ്റ്, ഈയൊക്കെ വേദികളിൽ നമ്മൾ പങ്കെടുക്കുന്നുണ്ടോ എന്നുള്ള ആദ്യം ചിന്തിക്കണം മാതാപിതാക്കൾ. അപ്പോൾ ഞാനും നിങ്ങളും ഓരോരുത്തരും ഇവിടെ വന്ന് നിൽക്കുന്ന 4 വാക്ക് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കുടുംബത്തിലും കുടുംബ യൂണിറ്റിലും മതബോധനത്തിലും ഒരുപോലെ നമ്മൾ റൂട്ട് ചെയ്ത് വന്നുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ 12 പഠിച്ച് പോയ പിള്ളേരെ ഫോക്കസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ കുടുംബ പ്രാർത്ഥന നടക്കുന്നുണ്ടോ, അതുപോലെ തന്നെ കുടുംബ യൂണിറ്റിൽ സജീവമായിട്ട് ഈ കുട്ടികൾ പങ്കെടുക്കുന്നുണ്ടോ. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും വേദികളുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ 20ാമത്തെ വയസ്സിൽ കുടുംബ യൂണിറ്റിൻ്റെ പ്രസിഡൻ്റായ ആളാണ്. അതുപോലെ മതബോധനത്തിൻ്റെ അസിസ്റ്റൻ്റ് അച്ഛന്മായിട്ട് സേവനം ചെയ്ത ആളാണ്. അപ്പോൾ കിട്ടുന്ന വേദികൾ അതുപോലെ യൂസ് ചെയ്യുക. ഇപ്പം 4 ആളുടെ മുമ്പിൽ സംസാരിക്കാൻ നമ്മൾ കഴിവില്ലാത്തവരോ, ഇപ്പം നമുക്ക് ആർക്കും കഴിവില്ലാന്ന് ഞാൻ വിശ്വസിക്കില്ല. ഏതെങ്കിലും മേഖലയിൽ പ്രവർത്തിക്കാനും സംസാരിക്കാൻ കഴിവുള്ളവരാണ് ഓരോരുത്തരും. ഇപ്പം അങ്ങനെ ഞങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു രീതി എന്ന് വെച്ചാൽ, ഇപ്പോൾ ഓരോ ക്ലാസ്സിൽ ലീഡേഴ്സിനെ തിരഞ്ഞെടുക്കുന്ന പോലും ആ ക്ലാസ്സിലെ ലീഡേഴ്സിൻ്റെ ക്ലാസ് കുട്ടികളുടെ എല്ലാവരും പേര് എഴുതി ലോട്ട് എടുത്ത് സെലക്ട് ചെയ്യും. എന്താണ് അതിൻ്റെ മോട്ടോ എന്ന് വെച്ചാൽ, എല്ലാ കുട്ടികൾക്കും അവരുടേതായ കഴിവുകളുണ്ട്. ഇന്ന ആൾ മാത്രമേ ലീഡർ ആവുന്നില്ല. അപ്പോൾ അങ്ങനെ കിട്ടുന്ന വ്യക്തിക്കും അവസരങ്ങളാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന അവസരങ്ങൾ, കിട്ടുന്ന വേദികൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, വിശ്വാസം ഈ പറഞ്ഞ പോലെ മതബോധനം മാത്രമാണെന്ന് വെച്ചല്ല, അത് കുടുംബത്തിലും കുടുംബ യൂണിറ്റ് പോലുള്ള വേദികളിൽ അത് നമ്മൾ തുടങ്ങി വെക്കണം. എന്നാലാണ് പിന്നീട് KCM, ജീസസ് യൂത്ത് പോലുള്ള വേദികളിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ 2ാമത്തെ കേസ്, നമ്മൾ അവസരങ്ങൾ കുട്ടികൾ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു പൂമുട്ട് പോലെ, ഇപ്പോൾ തിരുവാത്സയ്ക്കും CLC എല്ലാവർക്കും അവസരങ്ങളുണ്ട്, ഒരിക്കലും നിഷേധിക്കലല്ല. പിന്നെ തോന്നിയിട്ടുള്ള വേറെ കാര്യം, നമ്മൾ ഈ മാതാപിതാക്കൾ തന്നെ കുട്ടികൾക്ക് മാതൃക ആവണം എന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഞങ്ങൾ അധ്യാപകർ കുറച്ച് പേര് ശ്രമിച്ചുകൊണ്ടിരിക്കും, കിട്ടുന്ന 1 മണിക്കൂർ 1.5 മണിക്കൂർ ആ കുട്ടികൾക്ക് വിശ്വാസം പകർന്നു കൊടുത്തുകൊണ്ടിരിക്കലും കുട്ടി വിശ്വാസം കൈവരിക്കണം എന്നില്ല. അനുഭവങ്ങളുണ്ടാവും. ഇപ്പോൾ ഞാൻ ഇൻഫ്ലുവൻസ് ചെയ്ത എൻ്റെ ടീച്ചറുകാരനാണെങ്കിൽ എന്നെപ്പോലെ തന്നെ എൻ്റെ കുട്ടികളും എന്നെ മാതൃകയാക്കാൻ പറ്റണം. കാര്യം ഞാൻ മതബോധനം പഠിപ്പിക്കുന്ന മാത്രം സമയത്തുള്ള സാറും പുറത്തിറങ്ങുമ്പോൾ വേറെ ആളാവരുത്. നമ്മളെപ്പോഴും ഒരുപോലെ ആവണം, അതുപോലെ റോൾ മോഡലാവാൻ ഇവൻ ഞങ്ങൾ അധ്യാപകരും അതുപോലെ തന്നെ മാതാപിതാക്കളും ഒരുപോലെ കൈകോർത്താൽ മാത്രമാണ് ഈ പറഞ്ഞ വിശ്വാസം നമ്മൾ ചോദ്യം ചെയ്യപ്പെടാതിരിക്കുള്ളൂ. അതുപോലെ തുറന്ന് സംസാരിക്കുക. ഇപ്പോൾ എനിക്കൊരു പയ്യന് ഇഷ്ടമാണ് ഇഷ്ടമല്ല, അത് നമുക്ക് പറയാനുള്ള അവസരങ്ങളുണ്ട്. ഇപ്പോൾ ഒരു കുട്ടി ഇപ്പോൾ ഈ പറഞ്ഞ കൊറോണയ്ക്ക് ശേഷം മാതാപിതാക്കളും കുട്ടികളും തമ്മിൽ സംസാരിക്കുന്ന അവസരങ്ങൾ കുറയാണ്. കാര്യം അവരവരുടെ ലോകത്തും ഇപ്പോൾ മൊബൈൽ കാണിച്ചാലേ പിള്ളേർ ഫുഡ് കഴിക്കുള്ളൂ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തുടക്കത്തിൽ മാറ്റേണ്ടതാണ്.
പെട്ടെന്ന് കയറി ഇപ്പോൾ +2 കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ പള്ളി കയറുന്നില്ല. ഇപ്പോൾ ഈ അച്ഛൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 1ാം ക്ലാസ്സിൽ ആദ്യം ലൈൻ നിൽക്കുന്നു, +2 ആകുമ്പോഴേക്ക് ലാസ്റ്റ് നിൽക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, യുവജനങ്ങൾക്ക് ഒരു മുൻപ് പോയവരൊക്കെ ഞങ്ങൾ പള്ളിയിൽ വലിയ ആൾക്കാർ, മുതിർന്ന ആൾക്കാരെന്ന് തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടി കാണിക്കുന്ന ഒരു സിനാരിയോ പോലെ ഫീൽ ചെയ്യുന്നു. അല്ലാണ്ട് ഒരിക്കലും അവർക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ടല്ല. പക്ഷെ ചിലത് അവസരങ്ങൾ കൊടുക്കാൻ വേദികൾ കൊടുക്കും. ഇപ്പോൾ ഞങ്ങളുടെ ഇടവകയിൽ യുവജനങ്ങൾ ഒരുപാട് പേര് പങ്കെടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു രൂപതയായിട്ടും ഇടവകയായിട്ടും ഒരുപാട് സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഇടവകയാണ് ഞങ്ങളുടെ മാനാഞ്ചേരിക്കുന്ന്. അവിടെയും ഈ പറഞ്ഞ പോലെ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ അവിടെ വരുന്നുണ്ട്. അതുപോലെ പ്രവർത്തനങ്ങൾക്ക് മാറ്റം വരുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ കുറഞ്ഞത് ഒരു മാസം 2 അല്ലെങ്കിൽ 3 പരിപാടിയെങ്കിലും സംഘടിപ്പിക്കുന്നുണ്ട്. അതായത് അവർക്ക് വേണ്ടിയാണ് ചെയ്യുന്നൊരു തോന്നൽ. അതുകൊണ്ട് സജീവമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ വികാരിച്ചനാണെങ്കിൽ ഉറപ്പെടുത്തുന്ന കാര്യം, സജീവമായ കുർബാനയിൽ പങ്കാളിത്തം, കുമ്പസാരം, അതായത് മാതാപിതാക്കൾ അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു തന്നത് മാതാപിതാക്കളും ഈ പറഞ്ഞ കുടുംബത്തിലും അതുപോലെ കുടുംബ യൂണിറ്റ് പോലുള്ള വേദികളിൽ ആദ്യം കുട്ടികളെ കൊണ്ടുപോവുക, അവർക്ക് കിട്ടുന്ന അവസരങ്ങൾ വേദികൾ ഉണ്ടാക്കി കൊടുക്കുക. അതിലൂടെയാണ് ഓരോരുത്തർ വളരുന്നത്. ഇപ്പോൾ ഞാനടക്കം നിങ്ങളിപ്പോൾ ഓരോരുത്തരാണെങ്കിലും അങ്ങനെയുള്ള വേദികളിൽ നിന്നാണ് വളരുന്നതെന്ന് ഞാൻ വിശ്വസിക്കുള്ളൂ. എനിക്ക് ഇതിലോട് ഒരു കാര്യം കൂടി ചേർക്കാനുള്ളത്, നമ്മൾ ഈ കാറ്റഗിസത്തിൻ്റെ മതബോധന യൂണിറ്റിന് ഇവിടുന്ന് പ്രൊമോട്ടേഴ്സ് ഉണ്ട്. ഇവർ വന്നുകൊണ്ട് എല്ലാ വർഷത്തിൽ 2-3 പ്രാവശ്യമൊക്കെ നമ്മുടെ ഇടവകളിൽ ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ ബെസ്റ്റ് യൂണിറ്റിനുള്ള അവാർഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഇടവകളിലും നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സമ്മാനം മേടിക്കാനായിട്ട് എൻ്റെ ഇടവക ബെസ്റ്റാണെന്ന് കാണിക്കാൻ വേണ്ടി ഒരുപാട് പരിപാടികൾ ഇടവക അഡ്ജസ്റ്റ് ചെയ്ത് കൂട്ടുന്നുണ്ട്. എനിക്ക് പേഴ്സണൽ അറിയാവുന്ന കാര്യമാണ്. അപ്പം ഇതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞെങ്കിൽ ഇപ്പോൾ ജനസ്നേഹത്തോടെ നമ്മൾ ബേസിൽ നിന്ന് തുടങ്ങണം. കുട്ടികൾക്ക് വിശ്വാസം ബേസിൽ തന്നെ കൊടുക്കണം. ഇപ്പോൾ പല ഇടവകളിലും ധ്യാനം വെക്കും കുട്ടികൾ. 1 മുതൽ 12 വരെയുള്ള കുട്ടികൾക്ക് ധ്യാനം വെക്കും. ഇപ്പോൾ ഷൈൻജനൊക്കെ ശരിക്കും ധ്യാനം നയിക്കുന്ന ഒരു വ്യക്തിയാണ്. ശരിക്കും അത് ധ്യാനം നടക്കുന്നത് 1 മുതൽ 4 വരെയുള്ള കുട്ടികൾ. അങ്ങനെ തരം തിരിച്ചൊക്കെയാണ് ധ്യാനം ചെയ്യുന്നതെങ്കിൽ പല ടൈമായിട്ട് ശരിക്കും നമുക്ക് ഒരു ഞായറാഴ്ച കിട്ടുന്നുള്ളൂ. പക്ഷെ കിട്ടുന്നത് നമ്മൾ അത് ഉപയോഗിക്കുകയാണെങ്കിൽ, കിട്ടുന്ന സമയം ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഫലമുണ്ട്. അപ്പോൾ അതുപോലെ ഇങ്ങനെ ഒരു തരം തിരിച്ചൊക്കെ കുട്ടികളുടെ ഏജും അവരുടെ ഒരു മെൻ്റൽ ഇതൊക്കെ നോക്കിക്കൊണ്ട് തരം തിരിച്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വിശ്വാസ ജീവിതത്തിൽ അവർക്ക് വളരെയധികം ഗുണം ചെയ്യും. എനിക്ക് തോന്നുന്നു ഇപ്പോൾ അച്ഛൻ ഈ പറഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു മതബോധനത്തിനും കുടുംബത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട് അല്ലേ? നമ്മുടെ നല്ലൊരു യുവജനങ്ങളെ വാർത്തെടുക്കുക എന്നതിന് എനിക്കൊരു മതബോധന ഇവിടെ ഇരിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരും മതബോധന അധ്യാപകരും കൂടിയാണ് അല്ലേ? മതബോധന അധ്യാപകർക്കും കൂടി അതിൽ വലിയൊരു പങ്കുണ്ട് ഈ ഒരു കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ സഭ ആദ്യമായിട്ട് കുട്ടികൾക്ക് വേണ്ടി ഒരു ഡേ, കത്തോലിക്ക സഭയിൽ ഇത്ര നാൾ ഉണ്ടായിരുന്നില്ല, കുട്ടികൾക്ക് വേണ്ടി ഒരു ഡേ മെയ് 26-26 തീയതി മാർപ്പാപ്പ ആദ്യമായിട്ട് ഈ 2024 വർഷത്തിൽ തുടങ്ങിയിരിക്കുകയാണ്. അത്ര കുട്ടികളെ മുതൽ വളർത്തിയെടുക്കുക എന്നൊരു ലക്ഷ്യം എന്നത്.